അപ്പോൾ ഗൈസ് അസ്സാം വലൈക്കും. അപ്പം മിനിയാന്ന് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ മിനിയാന്നാണ് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ മോളെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മോൾക്ക് ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാവില്ല, മോള് കടുത്തത്തിലായിരിക്കും, സ്കൂളിൽ പോകാൻ പറ്റൂല, അവളെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അന്നത്തെ സാഹചര്യത്തിലൊക്കെ കേട്ട സമയത്ത് ഭൂമി രണ്ടായി പിളർന്ന് അതിൻ്റെ അടിയിലേക്ക് പോയാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്താക്കാൻ പറ്റൂല, അങ്ങനെ ചെയ്യാനൊരു ഓപ്ഷൻസ് ഇല്ലല്ലോ. അപ്പം നമുക്കത് റിക്കവറി ചെയ്യാനല്ലേ പറ്റുള്ളൂ. പക്ഷെ മോള് ഉമ്മാന്ന് വിളിക്കൂല, അതുപോലെ മോൾ റെസ്പോണ്ട് ചെയ്യില്ല എന്നൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ഒരു 1 year ആയി. എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെ 3 മാസം വരെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇവളെ കാലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏനപ്പുഴ പ്രൈവറ്റിൽ കാണിച്ചുകൊണ്ടുണ്ടായിരുന്നു. പിന്നീട് കോവിഡ് വന്ന സമയമായത് കൊണ്ട് അവളെ പിന്നീട് നമ്മൾ കോഴിക്കോടേക്ക് മാറ്റി അവളെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. പ്രധാനമായി ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ 3 മാസത്തിൽ നമ്മൾ കുട്ടിയുടെ കാര്യങ്ങൾ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മൈൽ സ്റ്റോൺസ് ഡെവലപ്പ് ചെയ്യാൻ. ഇപ്പോൾ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഡിലേയിലെ കുട്ടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഫസ്റ്റ് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്ങനെ പോയാലും 40 ദിവസമാകുന്ന സമയത്ത് നിങ്ങളെ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോക്കുന്നില്ല. ചിലപ്പോൾ കാഴ്ച കുറവായത് കൊണ്ടായിരിക്കാം, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ മൈൽ സ്റ്റോൺസ് അച്ചീവ് ആകുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു അസസ്മെൻറ്റ് കുട്ടീനെ ചെയ്യുക. അപ്പം നേരത്തെ കാലത്തെ നമ്മൾ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവരെ മൈൽ സ്റ്റോൺസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഫിസിയോതെറാപ്പി, അതേപോലെ തന്നെ സൈക്കോതെറാപ്പി, ഹിയറിംഗ് തെറാപ്പി, വിഷ്വൽ തെറാപ്പി, അങ്ങനെ കുറേ സെറ്റ് ഓഫ് സെക്ഷൻ തെറാപ്പീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ അന്നേരം ചെയ്തിരുന്നത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്, സ്മിതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റിനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആൾക്ക് നല്ല എക്സ്പെർട്ടൈസ് ഫിസിയോ ആണത്, അതായത് നമ്മളെ ഫിസിക്കലിൻ്റെ. അപ്പം അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അന്നേരം ബേസിക്സ് കൊടുത്തുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണിൻ്റെ ഈ രണ്ടാണ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. കുറച്ചു കാലം ചെയ്തു, പിന്നെ വീട്ടിൽ നിന്ന് ചെയ്തു. അങ്ങനെ കുറേ കാലം, ഒരു 1.5-2 വർഷം വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം പുതിയൊരു കാര്യം, ഞാൻ തണലെന്ന് പറഞ്ഞ കണ്ണൂരുള്ള ഒരു സ്ഥാപനത്തിനെ കുറിച്ച് ഞാൻ മുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കേട്ട് 2-2.5 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയത്ത് കണ്ണൂരൊക്കെ എങ്ങനെ പോകും, കണ്ണൂരിൽ നിന്ന് എങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ എനിക്ക് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും, ഇവള് ഹെൽത്ത് വൈസ് ഇവള് ഓക്കെ അല്ല. അങ്ങനെ ഞാൻ 2 മാസം മുമ്പ് മോളാവശ്യത്തിനല്ല, എൻ്റെ ഇത്താടെ കുട്ടിയുടെ ആവശ്യത്തിന്, എൻ്റെ ആമാരെ കുട്ടിയുടെ ആവശ്യത്തിന് ഞാൻ പോയി. വണ്ടർഫുൾ എന്നുവെച്ചാൽ അടിപൊളി സെറ്റപ്പ്. അത് മാത്രമല്ല, ആകെ ആ കുട്ടീനെ നമ്മളെ ചെറിയ മോനുണ്ട്, മോനെ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കുഞ്ഞിൻ്റെ കാര്യം. എന്നുവെച്ചാൽ മോനെയും കൂടി കാശ്മീർ പോയ ചെറിയൊരു ഭാഗം. അപ്പം മോനൊന്ന് പ്രിമച്വർ ബേബി ആയതുകൊണ്ട് ഒരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. വണ്ടർഫുള്ളാണ്. ആകെ അടുത്ത ചാർജ് അന്നേരം നമ്മൾ കൊടുത്തത് 100 rupees. കാരണം അത്രയും ഓരോ സെക്ഷൻ വൈസ് നിങ്ങൾ കാണേണ്ട തന്നെയാണ്. അപ്പം ആർക്കെങ്കിലും കുട്ടിയുടെ അസസ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് അസസ്മെൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ കോഴിക്കോട് പോയി. കോഴിക്കോട് നിന്ന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് അന്നേരം പോയില്ല. അങ്ങനെ കോവിഡിൻ്റെ ഈ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഞാൻ കോഴിക്കോട്, കണ്ണൂർ, ഈ നമ്മുടെ മംഗലാപുരത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവളെ കണ്ടീഷൻ. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറേ അടുത്ത് മാറി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഴിക്കോടൊക്കെ പോയി. പിന്നെ മനസ്സിലായി എല്ലാ ഡോക്ടറും ഒന്ന് തന്നെ പറയുന്നതാണ്, അതിലൊരു വ്യത്യാസം ഇനി വരാനില്ല.
കുട്ടിക്ക് മൈൽ സ്റ്റോൺസ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ, ഫിസിക്കൽ സിറ്റിങ്, നെക്ക് കൺട്രോളെല്ലാം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഫിസിയോതെറാപ്പിയും അതൊക്കെ കൊടുക്കാമെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ ഇതാണ് മംഗലാപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് കോവിഡ് അനന്തരം ഞാൻ കോഴിക്കോട് ട്രീറ്റ്മെൻറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതന്നെ നമ്മളെ കുട്ടീൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ടോപ്പിക് ഒന്ന് നെക്സ്റ്റ് സെഷൻ. ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഓക്കെ, ബൈ.